ഇന്ന് നടന്ന രണ്ടാം ഘട്ട ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യനും ആൻസറുമാണ്. ഇത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ചെയ്ത് നോക്കിയതാണ്. വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്? ആരാണിത് വാദിച്ചത്? ഓപ്ഷൻ ബി ഗാന്ധി. രണ്ടാമത്തെ ചോദ്യം, ഇത് ഡി കോഡാണ് ഈ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം, 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ വാണ്ടർ ഗോഹൻ. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയല്ലാത്തത്. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പുറപ്പെട്ടു, അത് തെറ്റാണ്. അപ്പം ശരിയല്ലാത്തതിൻ്റെ ഓപ്ഷൻ ബി ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയ ചട്ടമ്പിസ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. അടുത്തത്, ചേരുംപടി ചേർക്കുക. 1 മരുതം, 2 പാലായി, 3 മുല്ലായി, 4 നെയ്ത്തൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മാച്ച് ദ ഫോളോയിങ്. നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, നോക്കിയാൽ മതി. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ഓപ്ഷൻ സി വിഷ്ണു ഡിയോ സായി. ഇനി സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ലൈബീരിയ മാത്രമേ അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? ഇത് ജമാഅത്ത് ഇസ്ലാമി, RSS മാത്രമേ ഉള്ളൂ. ഇനി ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ഓപ്ഷൻ ബി രാജ്ഗുരു. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യൂറലും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയ ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. മുകളിലുള്ളവയെല്ലാം ശരിയാണ്. പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ബി ഇടുക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നതിൽ ഏവയാണ്? ഓപ്ഷൻ ബി പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം തന്നെ നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ പ്ലാങ്ക്ടോൺ, എയറോസൽ, ക്ലൗഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. ഓപ്ഷൻ എ ആണ് ആൻസർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അത് ശരിയാണ്. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. അതും ശരിയാണ്. 3ാമത്തെ തെറ്റാണ്. MPCയുടെ 7 അംഗങ്ങളാണുള്ളത്. അത് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ, അതാണ് തെറ്റ്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 2ഉം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഗ്രോസ് നാഷണൽ ഇൻകം സമം GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ROW ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. അത് ശരിയാണ്. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നത് ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ, കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. അതും ശരിയാണ്. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷൻ ആയും തരംതിരിക്കാം. കൺസംഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ മലയാളീകരിച്ചപ്പോൾ അത് കൺസംഷനാണ്. അത് 3ഉം ശരിയാണ്. കോൺസെപ്ഷൻ എന്ന് മലയാളീകരിച്ചപ്പോൾ ആയിപ്പോയതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ. എല്ലാം ശരിയാണ്. GSTയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? 1. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടുന്നു. തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. 1ഉം 3ഉം ആണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 ശരിയാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്? ഓപ്ഷൻ എ 5.9%
20ാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിൻ്റെ ചെലവിലെ മാറ്റങ്ങൾ. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഓപ്ഷൻ സി ആണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, പൗരത്വം. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? അത് ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 14. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011. ബി ഓപ്ഷൻ. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഓപ്ഷൻ സി, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈ ക്രാന്തി എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ്. അടുത്ത ക്വസ്റ്റ്യൻ, എൻ വി കൃഷ്ണ വാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനഭയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ്? അത് കിട്ടിയില്ല, ഒന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? മിലാനും കോർട്ടിന ഡി ആംബസോയും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വാതന്ത്ര്യമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്. ഗീതാഞ്ജലിയാണ് ആൻസർ, ഓപ്ഷൻ സി. 39ാമത്തെ ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി, പൂന്താനം നമ്പൂതിരി. 40 പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ ഏവയാണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? വേർഡ് പ്രോസസ്സർ. ഓപ്ഷൻ എ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഓപ്ഷൻ ഡി, സ്കാനർ. IT ആക്ട് നിലവിൽ വന്ന വർഷം 2000. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു. ഇനി ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം? 46ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി ആണ് ആൻസർ, കണിക ഭൗതിക ഗവേഷണം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ കോശശ്വസനം, ഓപ്ഷൻ ബി ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം? ഓപ്ഷൻ ബി, 8.3 മിനിറ്റ്. COP28 UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? 49, ഓപ്ഷൻ ഡി, ദുബായ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപ്പാദനം അണുസംയോജനം വഴിയാണ്. 51 കണക്കിലെ ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കിട്ടിയത്, 155 ഡിഗ്രി. 52ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ മാസത്തിലെ 18ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഞായർ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഓപ്ഷൻ ഡി, 12. ാമത്തെ ക്വസ്റ്റ്യൻ, ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന് എത്ര അകലെയാണ്? ഓപ്ഷൻ ഡി ആണ്, 5 കിലോമീറ്റർ. 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, 8/3 ആയിരുന്നു. 57 രണ്ട് സംഖ്യകളുടെ ആകെത്തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? ഓപ്ഷൻ സി, 8/15. 58 രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6ഉം ഉൽപ്പന്നം 450 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ 24 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 59 തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെത്തുക 976 ആണെങ്കിൽ ആ 4ൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? 241.
6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും ചേർന്ന് എയും ബിയും ചേർന്ന് 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും എയും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ടും ഒരു ജോലി പൂർത്തിയാക്കാമെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിന്ന് നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്ത് നിന്നും 17ാം സ്ഥാനത്താണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? 33. പിന്നെ 62. കാട്, മൃഗശാല, കടൽ. കാടിന് മൃഗശാല ആണെങ്കിൽ കടലെ അക്വേറിയം. ഓപ്ഷൻ എ. 63, 5, 10, 26, 50, 170. ഓപ്ഷൻ ബി ആൻസർ 122 ആണ്. 64 ആൻസർ ഓപ്ഷൻ ബി. 0.01. താഴെ പറയുന്ന സംഖ്യകൾ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? ഓപ്ഷൻ സി ആണ് വട്ടമിട്ടിരിക്കുന്നത്, 5418. അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45. ഓപ്ഷൻ ബി 184 ആണ്. 67. ടി സെക്കൻഡിൽ ഒരു കാറ് സഞ്ചരിക്കുന്ന ദൂരം കണക്ക് എനിക്ക് കിട്ടിയില്ല കേട്ടോ, ചെയ്ത് നോക്കിയിട്ട്. എനിക്ക് തോന്നുന്നത് 13 ആർക്ക് ഞാനത് നോക്കിയിട്ട് ഇട്ടേക്കാം, വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്തേക്ക്. 68. പി ക്യു എന്ന കേന്ദ്രം ഓ ഉള്ള വൃത്തത്തിൻ്റെ വ്യാസമാണ്. പിയിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക, വൃത്തത്തിൽ 6 ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക, എസ്സിൽ ടാൻജൻറ്റിനെ സംയോജിക്കുന്ന ക്യു ആർ നിർമ്മിക്കുക. ആംഗിൾ പി എസ് ക്യു 48 ഡിഗ്രി ആണെങ്കിൽ പി ക്യു ആർ 42 ഡിഗ്രിയാണ് എനിക്ക് കിട്ടിയത്. ഇനി 69. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആബേലിനൊരു സഹോദരനുണ്ട്, ടോം. ഡെന്നീസിൻ്റെ മകനാണ് ആബേൽ. ഡെന്നീസിൻ്റെ പിതാവാണ് ഡാനി. ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ഓപ്ഷൻ ബി പേരക്കുട്ടി. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 71. ഓപ്ഷൻ സി കോസ്റ്റ്ലിയർ ദാൻ. 72. ഷീ അഗ്രി വിത്ത് ആണ്. അഗ്രി വിത്ത് എ പ്രപ്പോസൽ, അഗ്രി ടു എ പേഴ്സൺ. 73ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ്, അത് നമ്മൾ നോക്കിയാൽ മതി, ടെലിഗ്രാം ചാനലിലുണ്ട്. അടുത്ത സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ്. ഓപ്ഷൻ എ ഈസ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നോ സൂണർ എവിടെ കണ്ടാലും ദാൻ അറിയാലോ. നോ സൂണർ ഹാഡ് ഷീ എൻ്റർ ദ റൂം. ഓപ്ഷൻ ഡി ദാൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട്. ഇനി വൺ മസ്റ്റ് ഡു വൺസ് വർക്ക് എന്നാണ്. ഓപ്ഷൻ സി. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഓപ്ഷൻ സി ആണ് അക്വൻറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് ദ ആൻസർ ആണ്. ഇതിന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് എഴുതിയിരിക്കുന്നത്, QPRS. നിങ്ങൾ നോക്കിയിട്ട് തെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. അടുത്തത്, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിങ് എയർ ടെമ്പറേച്ചേഴ്സ് അഫക്റ്റ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. അടുത്ത സിനോണിമാണ്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ റെസ്പെക്റ്റ് ആണ്. വെനറേറ്റ്, റെസ്പെക്റ്റ്. അടുത്ത 81. വി മെറ്റ് ഹെർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഹാഡ് ഗീവൺ എ നൈസ് സ്പീച്ച്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിൻറ്റിങ്സ് ബട്ട് ദേ, ഓപ്ഷൻ സി, seemed to have disliked my writings. Find out the correct sentence. ഓപ്ഷൻ ഡി, I think him a silly boy. 84ാമത്തെ ക്വസ്റ്റ്യൻ, ഓർണിത്തോളജി മീൻസ്. ഓപ്ഷൻ എ സ്റ്റഡി ഓഫ് ബേർഡ്സ്. 85. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദ ഫോളോയിങ്. അത് ഓപ്ഷൻ ബി ആണ്, ആപ്റ്റ് ആൻഡ് പ്ലസൻറ്റ്. 86. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഓഫ് ഇമാസിയേഷൻ. ഓപ്ഷൻ എ ആണ്, ഇൻവിഗറേഷൻ. ഐഡൻറ്റിഫൈ ദ പെയർ റിലേറ്റഡ് വേർഡ്സ്. ബ്ലർഡ്, കൺഫ്യൂസ്ഡ്. ഓപ്ഷൻ ഡി, മഡിൽഡ്, അൺക്ലിയർ. 88. ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ് നിംബസ്. ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. 90. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. നൗ വരുന്നതുകൊണ്ട് പ്രസൻറ്റിലെ പറയൂ. 90. മലയാളം എനിക്ക് കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് മലയാളം ഞാൻ ഇട്ടിട്ടില്ല. ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ഗസ് ചെയ്തും തപ്പി ഇട്ടാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണേ. 21ാമത്തെ വിട്ടുപോയായിരുന്നു. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ 2ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൽ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഓപ്ഷൻ ഡി ആണ്, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും.